പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ അതിലെ വിവിധ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് നമ്മൾ വ്യക്തമായ രീതിയിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് വായിക്കുക. ഞാനിത് മൊത്തം വായിക്കുന്നില്ല, അത്രയും നമ്മൾ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊക്കെ നേരത്തെ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാനൊന്ന് ജസ്റ്റ് വായിക്കാം, ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓൺ 31 March 2020 വാസ് വാല്യൂഡ് അറ്റ് 94,600. അപ്പോൾ സ്റ്റോക്ക് ഓൺ 31 March 2020 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇതൊരു ക്ലോസിംഗ് സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റായിട്ട് നമ്മളത് കാണിക്കും. പിന്നെ റൈറ്റ് ഓഫ് ₹600 ആസ് എ ബാഡ് ഡെപ്റ്റ് ഒരു 600 രൂപ ബാഡ് ഡെപ്റ്റായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 600 രൂപ ബാഡ് ഡെപ്റ്റായിട്ട് കാണിക്കാം. ബാഡ് ഡെപ്റ്റ് സാധാരണ രീതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് ബാഡ് ഡെപ്റ്റ് കാണിക്കുക. ഓക്കെ, ദെൻ അടുത്തത് മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നത് ബാഡ് ഡെപ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതുപോലെ തന്നെ ഈ ബാഡ് ഡെപ്റ്റ് തന്നെയാണ് നമ്മൾ അസറ്റ് സൈഡിൽ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇനി മൂന്നാമത് നമ്മൾ പറയുന്നത് ദ പ്രൊവിഷൻ ഫോർ ഡെപ്റ്റ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് 5% ഓൺ സൺഡ്രി ഡെപ്റ്റേഴ്സ്. അതായത് സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ 5% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കുക. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഇവിടെ ഉണ്ട്, ഓൾറെഡി ഒരു 400 രൂപ പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ വീണ്ടും ഫർദർ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് ഒരു 5%. 5% ഫർദർ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് 20,600 രൂപയാണ് സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് വരുന്നതെന്ന് നമുക്ക് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന്. അതായത് സൺഡ്രി ഡെപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിലുള്ളത് സൺഡ്രി ഡെപ്റ്റേഴ്സ് ഈസ് ഈക്വൽ ടു നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ് 20,600 സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ നേരത്തെ ഒരു ബാഡ് ഡെപ്റ്റ് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു 600 രൂപ. അപ്പോൾ ആ 600 രൂപ കുറച്ചു, ബാക്കി 20,000 രൂപയാണ് സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പോൾ പറയുന്നത് ഫർദർ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് എത്രയാണ്? 5% ആണ്. 20,000ൻ്റെ 5% എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പോൾ ന്യൂ പ്രൊവിഷൻ എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ പ്രൊവിഷൻ്റെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മൾ ഇവിടെ ചെയ്യാനുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാനുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് കാണിക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ആദ്യം നമ്മൾ ബാഡ് ഡെപ്റ്റ് കാണിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യും. ഈ പറഞ്ഞ എമൗണ്ട് ആഡ് ചെയ്യും ബാഡ് ഡെപ്റ്റിൻ്റെ കൂടെ. അതിൽ നിന്ന് ഓൾഡ് പ്രൊവിഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യനിൽ ഓൾഡ് പ്രൊവിഷൻ 400 രൂപയുണ്ട്. അപ്പോൾ 400 രൂപ ആഡ് ചെയ്യും. ബാക്കിയുള്ള ഫിഗറാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ തരത്തിലുള്ള അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ആ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഞാൻ പറഞ്ഞു. ഇനി നാലാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നത് ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ആൻഡ് റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ഡെപ്റ്റേഴ്സിൻ്റെ മുകളിലും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ മുകളിലും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, ഡിസ്കൗണ്ടിൻ്റെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ നമ്മൾ നോക്കണം. ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ഒരു കാൽക്കുലേഷനിൽ പറഞ്ഞിരുന്നു. ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ 20 നോക്കാം. നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20,600 20,600 നിന്ന് നമ്മൾ 600 രൂപ ബാഡ് ഡെപ്റ്റായിട്ട് പോയി. ബാക്കി 20,000 രൂപയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് 1000 രൂപ പുതിയ പ്രൊവിഷനായിട്ടും പോയി. ബാക്കി നമുക്ക് വരുന്നത് 19,000 രൂപയാണ്. ഈ 19,000 രൂപയുടെ എത്ര പെർസെൻറ്റേജാണ് പറയുന്നത് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കാം. 19,000 രൂപയുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ 2%. 19,000 രൂപയുടെ 2% എന്ന് പറയുന്നത് 2% എന്ന് പറയുന്നത് 380 അപ്പോൾ ഈ 380 രൂപയാണ് നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യേണ്ട
ഡിസ്കൗണ്ടിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടി പറയാം, 20,600, അതിൽ നിന്ന് 600 രൂപ ബാഡ് ഡെപ്റ്റ് പോയി, പിന്നെ 20,000, അതിൻ്റെ 10% പുതിയ ബാഡ് ഡെപ്റ്റ്, പുതിയ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റെ 2% പുതിയ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതും പോയി. അങ്ങനെ 19,000-ൻ്റെ 2% നമ്മളുടെ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് അത് 380 രൂപയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ, ഈ എമൗണ്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലും ഡെപ്റ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കേണ്ടത്. അതേപോലത്തെ ഈ എമൗണ്ട് തന്നെയാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ എമൗണ്ട് നമ്മുടെ ഇതാണ് നഷ്ടമാണ്, അല്ലെങ്കിൽ ലോസ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മളത് കാണിക്കും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മളത് കാണിക്കും. ഇനി എങ്ങനെയാണ് പിന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ ഡിസ്കൗണ്ട് കാണുന്നത് നോക്കാം. നമുക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും. ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40,000 രൂപയാണ്. ക്രെഡിറ്റേഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 40,000 രൂപയാണ് ക്വസ്റ്റ്യനിലുള്ളത്. അതിനെ നമ്മളോട് പറയുന്നത് 2% എന്ന് പറയുമ്പോൾ 2% എന്ന് പറയുമ്പോൾ 40,000 രൂപയുടെ 2% എന്ന് പറയുമ്പോൾ നമുക്ക് 800 രൂപയാണ് കിട്ടുക. 2%, ഇതിൻ്റെ 2% എന്ന് പറയുമ്പോൾ 800 രൂപയാണ് നമുക്ക് കിട്ടുക. ഈ 800 രൂപയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ ഈ എമൗണ്ട് കാണിക്കും. അതേപോലെ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മളിത് ക്രെഡിറ്റേഴ്സിൽ നിന്ന് ഈ എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ ഇതിന് ബാക്കിയുള്ള എമൗണ്ടായ 39,200 നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുക. ഇതാണ് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവാം. പ്രൊവിഷൻ ഫോർ കഴിഞ്ഞ് ഇനി പ്രൊവൈഡ് ഫോർ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് അറ്റ് 5% പെർ ആനം ആൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി അറ്റ് 20% പെർ ആനം. അപ്പോൾ ഡിപ്രീസിയേഷൻ ഫർണിച്ചറിൻ്റെ നമ്മൾ 5%. ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ 5% എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫർണിച്ചറിൻ്റെ വാല്യൂ, അതിൻ്റെ 5% നമുക്ക് ഡിപ്രീസിയേഷൻ കാണാം. അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേപോലെ തന്നെ പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കാണുമ്പോൾ ചില സംശയം നിങ്ങൾക്ക് വരാം. പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്ക് 20% കാണേണ്ടത്. പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. ഒന്ന് ഓപ്പണിങ്ങിലുള്ളതും പിന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് വാങ്ങുന്നതും 1,20,000 രൂപയും അതുപോലെ തന്നെ 50,000 രൂപയുടെ വാങ്ങുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ 20% അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്ക് അത് എങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറി അത് ഓപ്പണിങ്ങിലുള്ള വാല്യൂ എന്ന് പറയുന്നത്, ഓപ്പണിങ്ങിലുള്ള വാല്യൂ നമ്മൾ ക്വസ്റ്റനിൽ 2 വാല്യൂ തന്നിട്ടുണ്ട്. ഓപ്പണിങ്ങിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 1,20,000 രൂപയാണ്. 1,20,000 രൂപയുടെ നമ്മൾക്ക് 20% ആദ്യത്തെ ഡിപ്രീഷിയേഷൻ എന്ന് പറയുന്നത്. 1,20,000-ൻ്റെ 20% എന്ന് പറയുന്നത് 24,000 രൂപയാണ്. 24,000 രൂപ. 24,000 രൂപയാണ് ആദ്യത്തെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ നമ്മൾ വാങ്ങുന്നത് 1 ഒക്ടോബറിലാണ്. 25,000 രൂപയുടെ 1 ഒക്ടോബറിൽ വാങ്ങുന്നു. 25,000 രൂപയുടെ 1 ഒക്ടോബറിൽ വാങ്ങുന്നു. അതിൻ്റെ 20% എന്ന് പറയുന്നത് 20/100 ഇൻറ്റു ഇത് ഒക്ടോബറിൽ വാങ്ങുന്നതുകൊണ്ട് നമ്മൾ 6 മാസം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചിലാണ് നമ്മൾ ക്ലോസിംഗ് ഡേറ്റ്. അതുകൊണ്ട് 6/12. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ 2,500 രൂപയാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത്. 2,500. ഒരു ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 24,000 പ്ലസ് 2,500, അതായത് 26,500. 26,500 ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾക്കതിൽ വരുന്ന അടുത്തത് എന്ന് പറയുന്നത് ഇൻഷുറൻസ് അൺഎസ്പെയ്ഡ് വാസ് ₹100. അൺഎസ്പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് പ്രീപെയ്ഡ് ആണ്. എസ്പെയ്ഡ് ആവുന്നതിന് മുമ്പ് കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കൊടുത്തതാണ്. അപ്പോൾ ഈ 100 രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കാണിക്കുന്ന എമൗണ്ടിൽ നിന്ന് ഈ 100 രൂപ നമ്മൾ കുറച്ച് കാണിക്കും. അതേപോലെ തന്നെ ഇത് മുൻകൂട്ടി കൊടുത്തുകൊണ്ട് തന്നെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടും കാണിക്കും. പിന്നെ അതേപോലെ ഫയർ ഒക്കെ 25
2020 in the godown. Stock value of rupees 5,000 were destroyed. It was fully insured and insurance company admitted the claim in full. അതായത് 25/3/2021 ഗോഡൗണിൽ ഒരു ഫയർ നടക്കുകയും അതിൽ നിന്ന് 5,000 രൂപയുടെ സ്റ്റോക്ക് നശിക്കുകയും ചെയ്തു. പക്ഷേ നശിച്ച സ്റ്റോക്കിന് ഇൻഷുറൻസ് കമ്പനി ഫുൾ എമൗണ്ട് നമുക്ക് ക്ലെയിം തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ 5,000 രൂപ നമുക്ക് നഷ്ടമായിട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ഫയർ വന്ന് നശിച്ചെങ്കിലും നമുക്ക് ആ ഫുൾ എമൗണ്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ അത് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതായത് 5,000 രൂപ ക്രെഡിറ്റ് സൈഡിൽ ഇങ്ങനെയാണ് കാണിക്കുക. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് 5,000 രൂപ കാണിക്കും. അതേപോലെ തന്നെ ഈ എമൗണ്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ട് അത് നമ്മുടെ ഇതുവരെ കിട്ടിയില്ല, നമുക്കത് ഇൻഷുറൻസ് കമ്പനി തരുന്നതാണ്. അപ്പോൾ അത് തരുന്നത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അസറ്റാണ്. അതുകൊണ്ട് അസറ്റ് സൈഡിൽ നമ്മൾ വീണ്ടും ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഈ 5,000 രൂപ കാണിക്കും. ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണിച്ചു, എമൗണ്ട് കാണിച്ചു, അതേപോലെ തന്നെ പർച്ചേസ്, ലെസ് റിട്ടേൺസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ലെസ് റിട്ടേൺസ് കാണിച്ചു. പിന്നെ അതേപോലെ തന്നെ അതിൽ വരുന്ന കാര്യം ഫ്രൈറ്റ് ആൻഡ് ഡ്യൂട്ടി ഡയറക്റ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് 1,90,600 വന്നു. ഈ സൈഡ് സെയിൽസ് ഈ പറയുന്ന 9,08,80,000 രൂപ. അതുപോലെ തന്നെ ഇൻവേർഡ് ഉണ്ടായിരുന്നു, അത് ലെസ് ചെയ്ത് കാണിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനി ഇവിടെ കാണിച്ചു. പിന്നെ ഈ ക്ലോസിംഗ് സ്റ്റോക്കും ഇവിടെ കാണിച്ചു. അപ്പോൾ ഇത് ട്രേഡിംഗ് അക്കൗണ്ടായി. അപ്പോൾ അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് 1,91,600 രൂപയാണ്. ഇനി ഡെബിറ്റ് സൈഡ് നോക്കുമ്പോൾ സാലറി ആൻഡ് വേജസ്, ഇതൊന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ഐറ്റമാണ്. അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സാലറി ആൻഡ് വേജസ്, റെൻറ്റ് ആൻഡ് റൈറ്റ്സ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ട്രേഡ് എക്സ്പെൻസ്, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം, ഇൻഷുറൻസ് ചാർജസ് 2,700 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു അൺഎക്സ്പെയ്ഡ് ഇൻഷുറൻസ് ഒന്ന് മുൻകൂട്ടി കൊടുത്താണ്. ഇത് ഈ കൊല്ലത്തെ അല്ല, അതുകൊണ്ട് അതിൽ നിന്ന് ലെസ് ചെയ്തിട്ട് ബാക്കി 2,600 രൂപയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഈ 100 രൂപ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡായിട്ട് കാണിക്കും. അതേപോലെ തന്നെ ഡിസ്കൗണ്ട്, നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ റിസർവ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 800 രൂപ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഡിസ്കൗണ്ട് ക്രെഡിറ്റേഴ്സിൻ്റെ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അത് അവിടെ കാണിച്ചു. പിന്നെ അതേപോലെ തന്നെ അതിൽ വരുന്ന വേറെ ഒരു ഐറ്റം ആണ് റെൻറ്റ് റിസീവ്ഡ്. അത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറയാൻ വിട്ടുപോയി. നമ്മളൊന്നും കൂടി ആ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഐറ്റമാണ് റെൻറ്റ് ഓഫ് പ്രമീസസ് സബ്ലെക്റ്റ് ഫോർ എ ഇയർ അപ് ടു 13th September 2020. അതായത് നമ്മൾ റെൻറ്റ് 7,200 രൂപയാണ് നമുക്ക് റെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അത് 13th September 2020 വരെ ഉണ്ട് അതിൻ്റെ എമൗണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രൊമീസസ് നമ്മൾ റെൻറ്റിന് വേണ്ടി കൊടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ടാണ്. ഒരു വർഷത്തേക്ക് വേണ്ടി കൊടുത്തതിനാണ് നമുക്ക് 7,200 രൂപ കിട്ടിയത്. പക്ഷേ ആ ഒരു വർഷം ആവുന്നത് എന്ന് പറയുന്നത് September 2020 13th September 2020 ഒരു വർഷം ആവുന്നത്. പക്ഷേ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത് 31st March 2020 ആണ്. അപ്പോൾ നമ്മൾ 7,200 രൂപ പറഞ്ഞാൽ ഒരു വർഷത്തെയാണ്. പക്ഷേ നമുക്ക് ഈ വർഷം യൂസ് ചെയ്യാൻ പറ്റുന്നത് 6 മാസത്തെ മാത്രമേ ഉള്ളൂ. കാരണം September 13th 2020 ഒരു വർഷം ആകുമ്പോൾ നമ്മൾക്ക് അവിടുന്ന് മാർച്ച് വരെയുള്ളത് നമുക്ക് കൂട്ടാൻ പറ്റും 2020. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഈ പറയുന്ന 6 മാസം നമുക്ക് അടുത്ത കൊല്ലത്തെയാണ്. അതും കൂടി നമ്മൾ ഓൾറെഡി 7,200 പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ ആ ഇൻകത്തിൽ നിന്ന് അത് കുറച്ച് കാണിക്കുക. അതായത് റെൻറ്റ് റിസീവ്ഡ് 7,200, അതിൻ്റെ പകുതി 6 മാസത്തത് അടുത്ത കൊല്ലത്താണ്. അതുകൊണ്ട് ലെസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പറഞ്ഞ് 3,600 കാണിച്ചു. ഇതേ എമൗണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻസ് ആയിട്ട് വാങ്ങിയതുകൊണ്ട് കറണ്ട് ലാബിലിറ്റിയാണ്. അതുകൊണ്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡ് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ബാക്കി ഐറ്റംസ് എങ്ങനെയാണ്, അത് ക്യാരേജ് ഔട്ട്വേർഡ്, ഇതൊക്കെ ഈസിയാണ്. നമ്മൾ അതിലൊക്കെയുള്ള ഡിപ്രീസിയേഷൻ ഞാൻ ഈ കാൽക്കുലേഷനിലൊക്കെ നേരത്തെ പറഞ്ഞു. ഡിപ്രീസിയേഷൻ 26,500 രൂപ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ. പിന്നെ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സിൻ്റെ 750 രൂപ, അതങ്ങനെ കാണിച്ചു. പിന്നെ ഈ പറയുന്ന ബാഡ് ഡെപ്റ്റ് 600 രൂപ. അതുപോലെ തന്നെ ന്യൂ പ്രൊവിഷൻ 1000, പിന്നെ ഓൾഡ് പ്രൊവിഷൻ ഉള്ളത് 400 രൂപ. ബാക്കി 1,600 നിന്ന് 400 രൂപ കുറച്ച് ബാക്കി 1,200 രൂപയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് 350, നേരത്തെ കാൽക്കുലേഷൻ ഞാൻ കാണിച്ചു. പിന്നെ നെറ്റ് പ്രോഫിറ്റ്
അതിൽ നിന്ന് വരുന്ന എമൗണ്ടുമാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് അടയ്ക്കുകയാണെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഡെപ്റ്റേഴ്സിൽ നിന്ന് നമ്മളുടെ ബാഡ് ഡെപ്റ്റ് കുറച്ചു, അതിൽ നിന്ന് നമ്മൾ പുതിയ പ്രൊവിഷനും കുറച്ചു, അതിൽ നിന്ന് നമ്മൾ എന്ത് കൊടുത്തു, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സും കുറച്ചു. അങ്ങനെയാണ് 18,620 കിട്ടുന്നത്. പിന്നെ ഇൻഷുറൻസ് കമ്പനി നമുക്ക് 5,000 രൂപ തരാനുള്ളത് ഫയർ കത്തി നശിച്ചതിൻ്റെ. പിന്നെ അൺഎക്സ്പെയർഡ് ഇൻഷുറൻസ്, മുൻകൂട്ടി കൊടുത്ത ഇൻഷുറൻസ് നമ്മളെ സംബന്ധിച്ചുള്ള മസറ്റ് 100 രൂപ. പിന്നെ അതുപോലെ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ പ്ലാന്റ് ആൻഡ് മിഷനറി, നമുക്ക് 2 പ്ലാന്റ് ആൻഡ് മിഷനറി ഉണ്ട്. ഒന്ന് ആദ്യം ഓപ്പണിങ്ങിലുള്ളതും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വാങ്ങി 25,000 രൂപയുടെ. അപ്പോൾ ടോട്ടൽ 1,45,000 രൂപയാണ് പ്ലാന്റ് ആൻഡ് മിഷനറികൾ. അതിൽ ടോട്ടൽ ഡിപ്രീഷൻ 26,500 രൂപ, 24,000 രൂപ പഴയതിൻ്റെയും ബാക്കി 4,500 രൂപ പുതിയതിൻ്റെയുമാണ്. അപ്പോൾ അങ്ങനെ 2,500 രൂപ പുതിയതിൻ്റെയുമാണ്. അങ്ങനെ 26,500 അതിൽ നിന്ന് ടോട്ടൽ കുറച്ചു, ബാക്കി 1,18,500. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിൻ്റെ ഡിപ്രീസിയേഷനും കുറച്ചു, അങ്ങനെ 14,250 രൂപ. അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് വരികയാണെങ്കിൽ സൺഡ്രി ക്രെഡിറ്റേഴ്സ് പറഞ്ഞു, അതിൽ 800 രൂപ നമ്മളെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് കുറച്ചു. പിന്നെ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമ്മുടെ ഒരു ലാബിലിറ്റിയാണ് 3,600 രൂപ, അത് കാണിച്ചു. പിന്നെ സാധാരണ വരുന്ന ക്യാപിറ്റലും അതിൻ്റെ കൂടെ ഈ നെറ്റ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തു. അതിൽ നിന്ന് ഡ്രോയിങ്സ് ക്വസ്റ്റ്യനുള്ള അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 2,44,970 രൂപ കിട്ടും. അങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2,87,770 രൂപയാണ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. Okay, thank you.